പ്രശ്നങ്ങൾ കൂടുതലാ. പക്ഷേ ദൈവജനത്തിന് എന്തില്ലാന്നറിയാം? ഒരു ഭാരമില്ല, ഭയമില്ല. കാരണം പ്രശ്നപരിഹാരവും കൂടെയുണ്ട്. എത്ര വലിയ പ്രശ്നം വന്നാലും പ്രശ്നപരിഹാരകൻ കൂടെയുണ്ട്. ഏറ്റവും വലിയ വിഷയം എന്താ? മരണമാ. ആ മരണത്തെ പോലും ജയിച്ചവനാ കൂടെയുള്ളത്. ഹല്ലേലൂയ. ഒടുക്കത്തെ ശത്രു, അത് ലാസ്റ്റ് എനിമി. അതിനു മുമ്പ് എത്ര എണ്ണം എഴുന്നേറ്റാലും ജയം തരുന്ന ഒരു ദൈവമുണ്ട്. ലാസ്റ്റ് എനിമിയിൽ മേൽ ജയമെടുത്ത ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് അതിനു മുമ്പ് എത്ര വലിയ വിഷയങ്ങൾ വന്നാലും അതിൽ ജയം തരുവാൻ എൻ്റെ ദൈവം മതിയായവനെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്തിനാ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഇടുന്നത്? എനിക്ക് മാത്രമേ ഉള്ളല്ലോ ഇത്. പലപ്പോഴും നമ്മൾ പരാതി പറയുന്നവരാ. ഒരിക്കലും പരാതി പറയല്ലേ. എന്തിനാ നിന്റെ ജീവിതത്തിൽ പ്രശ്നം കൊണ്ടുവന്നത്? എന്തിനാ നിന്റെ ജീവിതത്തിൽ പ്രയാസം കൊണ്ടുവന്നത്? എന്തിനാ നിന്റെ ജീവിതത്തിൽ ചില ബ്ലോക്കുകളൊക്കെ വന്നത്? സ്തോത്രം. ദൈവത്തിന്റെ ശക്തി ദൈവത്തിന് വെളിപ്പെടുത്താനാ. ഹല്ലേലൂയ. സാധാരണ രീതിയിൽ ഒരു ജീവിതം പോയാലെന്നാ, അതങ്ങനെ അങ്ങ് പോയി തീരുമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചൊരു ഉദ്ദേശമുണ്ട്. കാരണം എൻ്റെ ദൈവം ആരാണെന്ന്, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് ഞാൻ മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവർ കാണത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ലേ നമ്മുടെ ദൈവം. ഇന്ന് വിശ്വാസത്തോടെ പറ, ക്ഷീണിച്ചു പോകല്ലേ, മടുത്തു പോകല്ലേ, തളർന്നു പോകല്ലേ. ഇന്നത്തെ പ്രതിസന്ധി, ഇന്നത്തെ പ്രയാസം എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താനാ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് തന്നിരിക്കുന്ന മുഴുവൻ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെയും വചനങ്ങളാണ്. ഇതൊന്നും നിരാശയുടെ വചനങ്ങളല്ല. സ്തോത്രം. ഇത് മുഴുവൻ വിശ്വാസത്തിന്റെ വചനങ്ങളാണ്, പ്രത്യാശയുടെ വചനങ്ങളാണ്. നാം കേട്ടല്ലോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാക്കുമാറത്തില്ല, വാക്കുമാറത്തില്ല. പ്രൈസ് ഗോഡ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും വാക്കു പറഞ്ഞവൻ വാക്കുമാറത്തില്ല.